എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി മെറിറ്റ് കോട്ട, സ്പോർട്സ് കോട്ട, അതുപോലെ തന്നെ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ എന്നിങ്ങനെയുള്ള വിവിധ വിഭാഗങ്ങളിലേക്കുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കും. അതായത് ജൂൺ 9-ാം തീയതി പ്രസിദ്ധീകരിക്കും. അപ്പോൾ ജൂൺ 9-ാം തീയതി വൈകുന്നേരത്തോടെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികളുടെ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് വന്ന ശേഷം വിദ്യാർത്ഥികൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതുപോലെ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ എങ്ങനെയാണ് നിങ്ങൾ നേടേണ്ടത്, അതുപോലെ തന്നെ എങ്ങനെയാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കുന്നത് എന്നിങ്ങനെയുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിലവിൽ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കത്തില്ല. കാരണം ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സിനായിട്ട് ആ ഒരു ലിങ്ക് വെബ്സൈറ്റിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ കാണാത്തത്. കാരണം പല വിദ്യാർത്ഥികളും കാൻഡിഡേറ്റ് ലോഗിൻ എവിടെ പോയി എന്നുള്ള ചോദിക്കാറുണ്ട്. കാൻഡിഡേറ്റ് ലോഗിൻ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സ് ചെയ്യപ്പെടുന്നതുകൊണ്ട് ആ ഒരു ലിങ്ക് ഈ വെബ്സൈറ്റിൽ നിന്ന് റിമൂവ് ചെയ്തതാണ്. അപ്പോൾ അത് നാളെ വെബ്സൈറ്റിൽ ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ലിങ്ക് വരുന്നതായിരിക്കും. അപ്പോൾ കാൻഡിഡേറ്റ് ലോഗിൻ SWS, അതുപോലെ തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ MRS, അതുപോലെ തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്നിങ്ങനെയുള്ള 3 ലിങ്കുകളാണ് കാണാൻ പറ്റുക. ഇതിൽ നിങ്ങൾ ഏതിനൊക്കെയാണ് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു ലിങ്കുകളിലൊക്കെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി എങ്ങനെയാണ് നിങ്ങളുടെ റിസൾട്ട് പരിശോധിക്കാൻ നോക്കാം. അപ്പോൾ നിങ്ങൾ ഇതിൽ ഏതിലൊക്കെയാണ് അപേക്ഷ സമർപ്പിച്ചത് അതിൻ്റെയൊക്കെ ആ ഒരു ലിങ്കുകൾ കൃത്യമായിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കേണ്ടതാണ്. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഈ ഒരു കോട്ടകളിൽ ഏതിലെങ്കിലും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്, എന്നാൽ നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടില്ല എങ്കിൽ അതിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുത്തതോ അല്ലെങ്കിൽ ഇതുവരെ അലോട്ട്മെൻറ്റ് ഒന്നും കിട്ടാത്തതോ ആയിട്ടുള്ള വിദ്യാർത്ഥികളും എല്ലാ ലിങ്കുകളും കൃത്യമായിട്ട് പരിശോധിച്ച് നോക്കുക. നിങ്ങൾക്ക് ഏതിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്നുള്ള ലിങ്ക് മുഖേന നിങ്ങളുടെ മെറിറ്റ് അലോട്ട്മെൻറ്റ് പരിശോധിക്കാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകുക, അതുപോലെ തന്നെ പാസ്വേഡ് നൽകുക, അതുപോലെ തന്നെ നിങ്ങൾ ഏത് ജില്ലയിലേക്കാണ് അപേക്ഷിച്ചത് ആ ഒരു ജില്ല കൂടി നൽകുക. അതിനുശേഷം വിദ്യാർത്ഥികൾ നിങ്ങൾ എന്നിട്ട് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് കാണാൻ പറ്റുന്നതാണ് കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതായത് കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് യു ഹാവ് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടി എന്ന് മനസ്സിലാക്കാം. പച്ച കളറിലാണ് കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾക്ക് സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്നാണ് കാണാൻ പറ്റുക. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾക്ക് സോറി യു ഹാവ് നോ ചേഞ്ച് എന്നാണ് കാണാൻ പറ്റുക. സോറി യു ഹാവ് നോ ചേഞ്ച് എന്നാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥി അഡ്മിഷൻ ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ അഡ്മിഷൻ നേടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വേറെ ഒരു സ്കൂളിലും അല്ലെങ്കിൽ വേറൊരു ഓപ്ഷനിലും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സോറി യു ഹാവ് നോ ചേഞ്ച് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പച്ച കളറിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടി, സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും കിട്ടിയിട്ടുണ്ടാവില്ല, സെക്കൻഡ് അലോട്ട്മെൻറ്റിലും ഇപ്പോൾ പുതുതായിട്ടും കിട്ടിയിട്ടുണ്ടാവില്ല. അതേസമയം സോറി യു ഹാവ് നോ ചേഞ്ച് എന്നാണ് കാണുന്നത്. അതായത് നിങ്ങൾക്ക് പുതുതായിട്ട് മാറ്റമൊന്നും വന്നിട്ടില്ല. അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു, എന്നാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടില്ല എന്നാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെയാണ് ഉണ്ടാവുക, സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് ആൻഡ് അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നിങ്ങൾ നോൺ ജോയിൻഡ് ആണ്, അതുകൊണ്ട് തന്നെ നിങ്ങളെ അലോട്ട്മെൻറ്റിന് പരിഗണിച്ചിട്ടില്ല എന്നാണ് ഉണ്ടാവുക. അതായത് നോൺ ജോയിൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് കോട്ടയിൽ അലോട്ട്മെൻറ്റ് കിട്ടി നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികളാണ് നോൺ ജോയിൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു കോട്ടയിൽ അലോട്ട്മെൻറ്റ് കിട്ടി നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ ആ ഒരു കോട്ടയിൽ പിന്നീട് നിങ്ങളെ പരിഗണിക്കില്ല. അതുകൊണ്ടാണ് നോൺ ജോയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾക്കാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്നാണ് ഉണ്ടാവുക. കാരണം അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് അഡ്മിഷൻ തരാത്ത വിദ്യാർത്ഥികൾക്കും സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ എങ്ങനെയാണ് ഈ ഒരു അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് പരിശോധിക്കേണ്ടത് എന്നുള്ള കാര്യം കൂടി നോക്കാം. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ള ഒരു ലിങ്ക് നിങ്ങൾക്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികളും കിട്ടാത്ത വിദ്യാർത്ഥികളും ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്നാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച ഒരു വിദ്യാർത്ഥിക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ അലോട്ട്മെൻറ്റ് ലെറ്ററാണ് ആ ഒരു പേജിൽ ഉണ്ടാവുക. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഡൗൺലോഡ് ചെയ്തെടുത്ത ശേഷം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ നേടാവുന്നതാണ്. ഇനി അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ ആണെങ്കിൽ ആ ഒരു പേജിൽ നിങ്ങൾക്ക് റാങ്ക് ഡീറ്റെയിൽസ്, അതുപോലെ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ലാസ്റ്റ് റാങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് ലിങ്ക് കാണാൻ പറ്റും. ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക.
നിങ്ങളുടെ ബാക്കിയുള്ള ഓപ്ഷനുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ആ ടോട്ടലായിട്ട് എത്ര ഓപ്ഷനുകൾ അതായത് ബാക്കിയായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഓപ്ഷനുകളുടെ ഓരോ സ്കൂളിലെയും നിങ്ങളുടെ റാങ്കും ലാസ്റ്റ് റാങ്കും നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ നിങ്ങൾക്ക് എവിടെയാണോ അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുള്ളത് അത് കൃത്യമായിട്ട് തേർഡ് അലോട്ട്മെൻറ്റിന് അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുള്ളത് അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇനി അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികളും കിട്ടാത്ത വിദ്യാർത്ഥികളും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാൻ ജസ്റ്റ് ഒരു 5 ഓപ്ഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ എവിടെയും കിട്ടിയിട്ടില്ല, ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും എവിടെയും കിട്ടിയിട്ടില്ല, സെക്കൻഡ് അലോട്ട്മെൻറ്റിലും എവിടെയും കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ തേർഡ് അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുക. ഇനി അടുത്തതായിട്ടുള്ളത്, നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ എവിടെയും കിട്ടിയിട്ടില്ല, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ട് എവിടെയെങ്കിലും അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ ഒന്നാമത്തെ ഓപ്ഷൻ ആയിരുന്നു നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് സെക്കൻഡിൽ കിട്ടിയതെങ്കിൽ അവിടെ പോയിട്ട് നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ നേടുക, അത് സ്ഥിര പ്രവേശനം നേടുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷൻ അല്ല രണ്ടാമത്തെയോ മൂന്നാമത്തെയോ നാലാമത്തെ അഞ്ചാമത്തെയോ ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷനാണ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാം, അല്ലാത്തവർക്ക് ടെമ്പററി അഡ്മിഷൻ എടുക്കാനും സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഹയർ ഓപ്ഷൻ റിമൂവ് ചെയ്യണമെങ്കിൽ അങ്ങനെ റിമൂവ് ചെയ്യാനുള്ള ഫോം സ്കൂളിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ റിമൂവ് ചെയ്യാനുള്ള സൗകര്യം ലഭ്യമാകുന്നതായിരിക്കും. അത് പെർമനൻറ്റ് അഡ്മിഷൻ നേടുന്നവർക്കും മാത്രമാണ് ഈ കൂടുതൽ, അതായത് അവരുടെ എല്ലാ ഓപ്ഷനും റിമൂവ് ചെയ്യാൻ പറ്റുക. എന്നാൽ ടെമ്പററി അഡ്മിഷൻ നേടുന്ന വിദ്യാർത്ഥികൾക്ക് ആവശ്യമെങ്കിൽ മാത്രം ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഇനി അടുത്തതായിട്ടുള്ളത്, വിദ്യാർത്ഥികൾക്കിപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഇപ്പോൾ ഒന്നാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കില്ല. കാരണം പെർമനൻറ്റ് അഡ്മിഷനാണ് ഒന്നാമത്തെ ഓപ്ഷന്. അതുപോലെ തന്നെ അതിന് മുകളിൽ മറ്റ് ഓപ്ഷനുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കാൻ സാധിക്കുകയും ഇല്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഇപ്പോൾ അഞ്ചാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ നിങ്ങൾ ടെമ്പററി ആയിട്ട് അഡ്മിഷൻ നേടി, അതല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ നേടി. സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് എവിടെയും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ എവിടെയും അലോട്ട്മെൻറ്റ് കിട്ടാത്ത സാഹചര്യത്തിൽ നിലവിൽ നിങ്ങൾ അഡ്മിഷൻ നേടിയ സ്കൂളിൽ തന്നെ ടെമ്പററി ആയിട്ട് അഡ്മിഷൻ തുടരാം. അതുപോലെ പെർമനൻറ്റ് അഡ്മിഷൻ എടുത്തവരാണെങ്കിൽ ആ ഒരു രീതിയിൽ പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ നേടാൻ ആ ഒരു അഡ്മിഷനിൽ തുടരാവുന്നതാണ്. ടെമ്പററി അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് അവിടെ പെർമനൻറ്റ് അഡ്മിഷൻ ആക്കണമെന്നുണ്ടെങ്കിൽ സ്കൂളിൽ പോയി ഫീസ് അടച്ച് ആ ഒരു സീറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് പെർമനൻറ്റ് അഡ്മിഷൻ ആക്കാവുന്നതാണ്. ഇനിയിപ്പോൾ അടുത്ത വിഭാഗം വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത്, നിങ്ങൾക്കിപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്കൊരു ഓപ്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് അഞ്ചാമത്തെ ഓപ്ഷൻ ആയിരുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് ഒന്നാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ നിങ്ങൾ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ നേടുക. അതായത് ഇവിടെ ഈ ഒരു സ്കൂളിൽ ചിലപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ സെയിം സ്കൂളിലാണ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ ആ ഒരു കോഴ്സ് മാറ്റത്തിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് അവിടെ പോയിട്ട് നിങ്ങൾ ടെമ്പററി അല്ല പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കേണ്ടി വരിക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു ഫീസ് കൂടി അടച്ചുകൊണ്ട് നിങ്ങൾ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ നേടുക. ഇനി അതേസമയം ചില വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സെയിം സ്കൂളിൽ തന്നെ, അതായത് മറ്റൊരു കോഴ്സിൽ ഏതെങ്കിലും മറ്റൊരു ഓപ്ഷൻ ആയിരിക്കും, ഒന്നാമത്തെ ഓപ്ഷൻ ആയിരിക്കില്ല കിട്ടിയിട്ടുണ്ടാവുക, ചിലപ്പോൾ ഒരു മൂന്നാമത്തെ ഓപ്ഷനാണ് കിട്ടിയിട്ടുണ്ടായിരിക്കുക എന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു വിദ്യാർത്ഥിക്ക് ഒന്നാമത്തെ ഓപ്ഷനിൽ തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് ആ ഒരു മൂന്നാമത്തെ ഓപ്ഷനിൽ നിങ്ങൾ ആ ഒരു സെയിം സ്കൂളിൽ തന്നെയാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ട് നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ എടുക്കുക. അതായത് മൂന്നാമത്തെ ഓപ്ഷനിൽ മാറ്റം കിട്ടിയതുകൊണ്ട് തന്നെ പോയിട്ട് ടെമ്പററി അഡ്മിഷൻ വീണ്ടും പോയിട്ട് എടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അവിടെ ടെമ്പററി അഡ്മിഷന് പകരം വേണമെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനും നേടാവുന്നതാണ്. ഇനിയിപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു മറ്റൊരു സ്കൂളിലേക്കാണ് മാറ്റം കിട്ടിയിട്ടുണ്ടായിരുന്നതെങ്കിൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്, നിലവിൽ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ നേടിയിട്ടുള്ള അഞ്ചാമത്തെ ഓപ്ഷൻ, ആ ഒരു ഓപ്ഷനിലാണ് പെർമനൻറ്റ് അഡ്മിഷൻ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ സമയത്ത് നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുത്തതെങ്കിൽ നിങ്ങൾ PTA ഫണ്ട്, PTA ഡൊണേഷൻ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അടച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ആ ഒരു സ്കൂളിൽ നിന്നും PTA ഫണ്ട്, PTA ഡൊണേഷൻ എന്നിവ തിരിച്ചു തരും. അതുപോലെ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ തിരിച്ചു തരും. അതുപോലെ തന്നെ ഈ ഒരു അഡ്മിഷൻ ഫീസ് തിരിച്ചു തരില്ല. അഡ്മിഷൻ ഫീസ് നിങ്ങൾ പുതുതായിട്ട് കിട്ടിയുള്ള സ്കൂളിൽ പോകുന്ന സമയത്ത് അഡ്മിഷൻ ഫീസ് അടച്ചതിൻ്റെ റെസിപ്റ്റ് നൽകിയാൽ മതി. അപ്പോൾ അങ്ങനെയെങ്കിൽ അഡ്മിഷൻ ഫീസിൻ്റെ ഭാഗമായി എക്സ്ട്രാ വല്ല ഫീ പേയ്മെൻറ്റ് വരികയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾ അടക്കേണ്ടതായിട്ട് വരിക. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ പാരൻറ്റിനെയും കൂട്ടിയിട്ട്, നിങ്ങളുടെ രക്ഷിതാവിനെയും കൂട്ടിയിട്ട് നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പുതിയൊരു സ്കൂളിലാണ് കിട്ടിയതെങ്കിൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ആദ്യം പോയി വാങ്ങിച്ച് നിങ്ങൾ പുതുതായിട്ട് കിട്ടിയ സ്കൂളിൽ ഈ ഒരു അഡ്മിഷൻ നേടാനുള്ള ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് തന്നെ നേരത്തെ തന്നെ പോയിട്ട് നിങ്ങളുടെ പാരൻറ്റിനെയും കൂട്ടിയിട്ട് പോയിട്ട് നിങ്ങൾ അഡ്മിഷൻ നേടുക. അഡ്മിഷൻ നേടാൻ പോകുന്ന സമയത്ത് നിങ്ങൾ കൊടുക്കേണ്ടി വരിക, നിങ്ങൾ ഓൾറെഡി ഒരു സ്കൂളിൽ പെർമനൻറ്റ് അഡ്മിഷൻ നേടിയതായതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ്, അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ ഈ ഒരു അഡ്മിഷൻ ഫീസിന് പകരം അഡ്മിഷൻ ഫീസ് ഓൾറെഡി ആദ്യമേ അടച്ചതുകൊണ്ട് അഡ്മിഷൻ ഫീസിൻ്റെ റെസിപ്റ്റ്, ആദ്യത്തെ സ്കൂളിൽ നിന്ന് നിങ്ങൾക്ക് തന്നിട്ടുള്ള ആ ഒരു റെസിപ്റ്റ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് കോഴ്സ്, അതായത് ഈ ഒരു കോഴ്സ് മാറ്റത്തിൻ്റെ ഫലമായിട്ട് അല്ലെങ്കിൽ കോഴ്സ് എന്തെങ്കിലും മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് എക്സ്ട്രാ വല്ല ഫീസും വരികയാണെങ്കിൽ ആ ഒരു ഫീസ്, അതുപോലെ തന്നെ ഫീസ് എന്ന് പറയുമ്പോൾ ചെറിയൊരു 100 രൂപ മറ്റേ ആവുകയുള്ളൂ. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു PTA ഫണ്ട്, PTA ഡൊണേഷൻ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടിച്ചുകൊണ്ട്
നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയുള്ള ആ ഒരു സ്കൂളിൽ പോയിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ ഇത്രയും മാത്രമാണ് ഈ ഒരു അലോട്ട്മെൻറ്റിൻ്റെ ഈ ഒരു കാര്യത്തിലുള്ളത്. അതായത് നിങ്ങൾക്ക് പുതിയൊരു സ്കൂളിൽ അല്ലെങ്കിൽ പുതിയൊരു ഓപ്ഷൻ കിട്ടുകയാണെങ്കിൽ അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഒന്നുകിൽ ടെമ്പററി ആയിട്ടോ അതല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാവുന്നതാണ്. നിങ്ങളുടെ താല്പര്യമാണ് ടെമ്പററി എടുക്കണോ അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കണോ എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. എല്ലാ വിദ്യാർത്ഥികൾക്കും ഇഷ്ടപ്പെട്ട സ്കൂളിലേക്കും കോഴ്സിലേക്കും അലോട്ട്മെൻറ്റ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.